LDF-മായി ഇടഞ്ഞ നടനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ പ്രേംകുമാറിനെ കോൺഗ്രസിലെത്തിക്കാൻ സജീവ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയേക്കുമെന്നും സൂചനകളുണ്ട്. പ്രേംകുമാറുമായി പ്രധാന നേതാക്കൾ ഫോണിൽ സംസാരിച്ചു. അതിനിടെ പ്രേംകുമാറുമായി അനുനയ നീക്കത്തിനുള്ള ശ്രമത്തിലാണ് CPM. സർക്കാരിന്റേത് വരേണ്യബോധമെന്ന രൂക്ഷ വിമർശനമുയർത്തി CPM-മായി പിണങ്ങിപ്പടിയിറങ്ങിയ പ്രേംകുമാറിനെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാനാണ് നീക്കം. KC വേണുഗോപാൽ അടക്കമുള്ള പ്രധാന നേതാക്കൾ തന്നെ പ്രേംകുമാറുമായി ഇതിനോടകം സംസാരിച്ചിട്ടുണ്ട്. പല ഇടതുപക്ഷ ചിന്താഗതിക്കാരും ആ പാർട്ടിയിൽ നിന്ന് അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്നവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർക്കുന്ന പാർട്ടി നേതൃത്വത്തിലായിട്ട് കുറേ ആളുകൾ ആ പാർട്ടിയിൽ നിന്നും മാറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. നല്ല രീതിയിലുള്ള കോൺഗ്രസിന്റെ ക്ഷണം പ്രേംകുമാർ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് K. മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. എന്നാൽ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ CPM ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നാടാർ വിഭാഗവുമായി പിണങ്ങിയാൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിന്റെ വീട്ടിൽ നേരിട്ടെത്തിയതും ഇതിന്റെ ഭാഗം. പിണക്കം മാറ്റാൻ പാർട്ടി ശ്രമിക്കുമെന്നും പിണങ്ങിയേ അടങ്ങൂ എന്നാണെങ്കിൽ എന്തു ചെയ്യും എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പണങ്ങുന്നുണ്ട്. പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ട നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പണങ്ങിയേ പോകുന്നുള്ളൂ, അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇടതുപക്ഷ ചേരിയിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തൽ CPM-നുള്ളിലുമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.